ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. ഡൽഹി റൗണ്ട്സ് റവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി ഇന്ന് 3 മാസം തികയാനിരിക്കുമ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിന് ഇന്നലെ ജാമ്യം അനുവദിച്ചത്. റിമാൻഡ് കാലാവധി നീട്ടിയ കോടതി ജാമ്യത്തിനുള്ള വാദം മാറ്റുകയായിരുന്നു. മദ്യ ലൈസൻസ് ലഭിക്കാൻ അരവിന്ദ് കെജ്രിവാൾ 100 കോടി കോഴ ചോദിച്ചു എന്ന് ഇന്നലെ ED കോടതിയിൽ ആവർത്തിച്ചിരുന്നു. ഇതോടെ ജാമ്യപ്രതീക്ഷ മങ്ങിയെങ്കിലും വൈകിട്ട് 7 മണി കഴിഞ്ഞ് ജാമ്യം നൽകുകയാണ് എന്ന് വിവരം കോടതി അറിയിക്കുകയായിരുന്നു. 1 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണമെന്നും ഉത്തരവുണ്ട്. ജാമ്യ ഉത്തരവ് 48 മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന് ED ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ED ഹൈക്കോടതിയെ സമീപിക്കും. ജാമ്യ വാർത്ത അറിഞ്ഞ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ ആം ആദ്മി പ്രവർത്തകർ ആഘോഷം തുടങ്ങി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി സുപ്രീം കോടതി നേരത്തെ കെജ്രിവാളിന് 2 ആഴ്ച ജാമ്യം നൽകിയിരുന്നു. കെജ്രിവാളിന്റെ ജയിൽ മോചനം വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആം ആദ്മി പാർട്ടിക്കാർ. ബീഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാൾ ഇന്ന് ഉച്ചയോടെയാവും പുറത്തിറങ്ങുക. റൗണ്ട്സ് റവന്യൂ കോടതിയിൽ നിന്നുള്ള ജാമ്യ ഉത്തരവ് പുറപ്പെടുന്നതോടെയാണ് പുറത്തിറങ്ങലുണ്ടാവുക. കെജ്രിവാളിന് വൻ സ്വീകരണം ഒരുക്കും എന്നാണ് ആം ആദ്മി പ്രവർത്തകരുടെയും പാർട്ടിക്കാരുടെയും തീരുമാനം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, ഡൽഹിയിലെ മന്ത്രിമാരും MLA മാരും കെജ്രിവാളിനെ സ്വീകരിക്കാൻ പുറത്തുണ്ടാകും. മദ്യനയ കേസ് വീണ്ടും കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് മന്ത്രിമാരുടെയും MLA മാരുടെയും വിശദീകരണം. അതേസമയം ജാമ്യം ലഭിച്ചതുകൊണ്ട് മാത്രം കെജ്രിവാൾ നിരപരാധിയാകുന്നില്ല എന്നാണ് BJPയുടെ അഭിപ്രായം. കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി നടപടികൾക്കെതിരെ രാവിലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിക്കും. ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച കോഴപ്പണത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ കെജ്രിവാളിന് തന്നെയാണ് എന്ന് ED കോടതിയിൽ വ്യക്തമാക്കി. മാർച്ച് 21-നാണ് ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും 21 ദിവസത്തെ ഇടക്കാല ജാമ്യം ലഭിച്ചു. കെജ്രിവാളിന് ജാമ്യം നൽകരുത് എന്ന EDയുടെ വാദത്തിന് ഏറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി. പ്രചാരണത്തിനായി കെജ്രിവാളിനെ മെയ് 10-ന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം 21 ദിവസത്തേക്ക് അനുവദിച്ചിരുന്നു. ജാമ്യ കാലാവധി അവസാനിപ്പിച്ച് ജൂൺ 2-ന് അദ്ദേഹം ജയിലിലേക്ക് മടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മടങ്ങിപ്പോക്ക്. എന്നാൽ ഇതാ വീണ്ടും കെജ്രിവാളിന് 18 ദിവസത്തിന് ശേഷം ജാമ്യം അനുവദിക്കുകയാണ്. ലൈസൻസ് ഉടമകൾക്ക് അനാവശ്യ ആനുകൂല്യങ്ങൾ നൽകൽ, ലൈസൻസ് ഫീസ് ഒഴിവാക്കൽ അല്ലെങ്കിൽ കുറയ്ക്കൽ, യോഗ്യതയുള്ള അതോറിറ്റിയുടെ അനുമതിയില്ലാതെ L1 ലൈസൻസ് നീട്ടൽ എന്നിവയുൾപ്പെടെയായിരുന്നു അദ്ദേഹത്തിനെതിരെയുണ്ടായ കുറ്റാരോപണങ്ങൾ. കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്ക് ഉപഭോക്താക്കൾ അനധികൃത നേട്ടങ്ങൾക്ക് വഴി തിരിച്ചുവിട്ടതായും കണ്ടെത്തലുണ്ട്. ഇതൊക്കെയാണ് അന്വേഷണ ഏജൻസി കെജ്രിവാളിനെതിരെ ചുമത്തിയ കുറ്റാരോപണങ്ങൾ.